Hi friends, welcome to the audio class sessions of Kerala PSC Online Guruji YouTube channel. This is Rohit, and today in our history class we will continue the third part of Governor General's Viceroys. നമ്മുടെ മുൻപിലത്തെ രണ്ട് ക്ലാസ്സുകളിലായിട്ട് ഗവർണർ ജനറൽ, വൈസ്രോയി, ഗവർണർ എന്ന ഭാഗമാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. ഇന്നതിന്റെ മൂന്നാം ഭാഗമാണ്, ലാസ്റ്റ് പാർട്ടാണ്. നമ്മുടെ പ്രീവിയസ് ക്ലാസ്സിൽ കഴ്സൺ വരെയുള്ളവരാണ് പറഞ്ഞു നിർത്തിയത്. ഇന്നത്തെ ക്ലാസ്സിൽ അതിനുശേഷം തുടർന്ന് വരുന്ന പ്രധാനപ്പെട്ട വൈസ്രോയിമാരും ഗവർണർ ജനറലുമാണ് ചർച്ച ചെയ്യുന്നത്. സോ സ്റ്റാർട്ട് വിത്ത് ലോർഡ് മിന്റോ സെക്കൻഡ്. ആഫ്റ്റർ ലോർഡ് കഴ്സൺ, the next viceroy is Lord Minto II. His period was 1905 to 1910. The important points related to Lord Minto. The partition of Bengal came into force on 16 October 1905. The beginning of anti-partition movements and Swadeshi movement. Swadeshi movement started on 1905. The formation of Muslim League at Dhaka in 1906 by Salimullah. The first president of Muslim League was Aga Khan. Next point is the Surat split of Congress INC in 1907. The president of the INC Surat session was Rash Bihari Ghosh. Next one is the execution of Khudiram Bose in 1908, April 30, for the Alipur conspiracy. Next one is the Minto-Morley reforms or the Indian Councils Act 1909 passed. And he is known as the father of communal electorate. ഇപ്പോൾ അടുത്തത് കഴ്സൺ കഴിഞ്ഞ് അടുത്ത വരുന്ന ആളാണ് മിന്റോ രണ്ടാമൻ, മിന്റോ സെക്കൻഡ്. മിന്റോ രണ്ടാമൻ അല്ലെങ്കിൽ മിന്റോ സെക്കൻഡ്. അദ്ദേഹത്തിന്റെ കാലയളവ് 1905 മുതൽ 1910 വരെയാണ്. 1905 മുതൽ 1910 വരെയാണ്. അദ്ദേഹവുമായി ബന്ധപ്പെട്ട പ്രധാന പോയിന്റുകൾ നോക്കാം. ആദ്യത്തേത് ബംഗാൾ വിഭജനം, പാർട്ടീഷൻ ഓഫ് ബംഗാൾ നിലവിൽ വന്നത് 1905 ഒക്ടോബർ 16 ലോർഡ് മിന്റോ രണ്ടാമന്റെ കാലത്താണ്. ബംഗാൾ വിഭജനം കൊണ്ടുവരുന്നത് കഴ്സൺ ആണെങ്കിലും അത് പ്രാബല്യത്തിൽ വരുമ്പോൾ ഉണ്ടായ വൈസ്രോയി ലോർഡ് മിന്റോ സെക്കൻഡ്, ലോർഡ് മിന്റോ രണ്ടാമൻ. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ് ബംഗാൾ വിഭജനം ഔദ്യോഗികമായി നടപ്പിലാകുന്നത്. 1905 ഒക്ടോബർ 16 ബംഗാൾ വിഭജനം. അടുത്ത പോയിന്റ് ഇതുമായി ബന്ധപ്പെട്ടതാണ്. ബംഗാൾ വിഭജനത്തെ തുടർന്ന് ആന്റി പാർട്ടീഷ്യൻ മൂവ്മെന്റ്സും സ്വദേശി മൂവ്മെന്റ്സും തുടങ്ങി. അതായത് വിഭജനത്തിനെതിരെയുള്ള സംഘടനകളും സ്വദേശി പ്രസ്ഥാനവും തുടങ്ങിയത് മിന്റോ രണ്ടാമന്റെ കാലഘട്ടത്തിലാണ്. വിഭജനം ഉണ്ടായത്, ഔദ്യോഗികമായി വിഭജനം നടന്നത് 1905 അതിനെ തുടർന്ന് വിഭജനത്തെ എതിർക്കുന്ന സംഘടനകളും സ്വദേശി പ്രസ്ഥാനവും രൂപം കൊള്ളുന്നതും ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ തന്നെയാണ്. ഇനി സ്വദേശി പ്രസ്ഥാനം രൂപം കൊള്ളുന്നത് ഏത് വർഷമാണ്? 1905. 1905 തന്നെയാണ് സ്വദേശി പ്രസ്ഥാനവും രൂപം കൊള്ളുന്നത്. അടുത്ത പോയിന്റ് 1906 1906 ധാക്കയിൽ വെച്ച് മുസ്ലിം ലീഗ് രൂപം കൊള്ളുന്നു സലീമുള്ളയുടെ നേതൃത്വത്തിൽ. 1906 ധാക്കയിൽ വെച്ച് മുസ്ലിം ലീഗ് രൂപം കൊള്ളുന്നു സലീമുള്ളയുടെ നേതൃത്വത്തിൽ. മുസ്ലിം ലീഗിന്റെ ആദ്യ സമ്മേളനത്തിലെ പ്രസിഡന്റ് ആയിരുന്നു ആഗാ ഖാൻ. അപ്പോൾ മുസ്ലിം ലീഗ് ഫോർമേഷൻ നടന്നത് അല്ലെങ്കിൽ രൂപം കൊണ്ടത്
1906 ധാക്കയിൽ വെച്ച് സലീമുള്ളയുടെ നേതൃത്വത്തിലാണ്. അതിന്റെ ആദ്യത്തെ പ്രസിഡന്റാണ് ആഗാ ഖാൻ. അടുത്ത പോയിന്റ് 1907 കോൺഗ്രസിലെ സൂററ്റ് വിഭജനമാണ്. 1907 കോൺഗ്രസിന്റെ സൂററ്റ് സമ്മേളനത്തിൽ കോൺഗ്രസ് രണ്ടായി പിരിഞ്ഞു, മിതവാദികളെന്നും തീവ്രവാദികളെന്നും. ആ സൂററ്റ് സമ്മേളനത്തിന്റെ പ്രസിഡന്റാണ് റാഷ് ബിഹാരി ഘോഷ്. റാഷ് ബിഹാരി ബോസ് അല്ല, റാഷ് ബിഹാരി ഘോഷ്. സൂററ്റ് സമ്മേളനം കോൺഗ്രസ് അല്ലെങ്കിൽ INC 1907 രണ്ടായിട്ട് പിരിഞ്ഞു, തീവ്രവാദികളെന്നും മിതവാദികളെന്നും. തീവ്രവാദികളുടെ നേതാവ് ആരായിരുന്നു? ബാലഗംഗാധര തിലകനും മിതവാദികളുടെ നേതാവ് ഗോപാലകൃഷ്ണ ഗോഖലെയുമായിരുന്നു. ഇനി ഈ സൂററ്റ് സമ്മേളനം നടക്കുമ്പോഴുള്ള INCയുടെ പ്രസിഡന്റ് ആരായിരുന്നു? റാഷ് ബിഹാരി ഘോഷ്. റാഷ് ബിഹാരി ഘോഷ്. വർഷം 1907. പിന്നെ അടുത്ത പോയിന്റ്, ഖുദിറാം ബോസിനെ തൂക്കിലേറ്റിയത് 1908 ഏപ്രിൽ 30 ആലിപ്പൂർ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷിയായ ഖുദിറാം ബോസിനെ തൂക്കിലേറ്റിയത് 1908 ഏപ്രിൽ 30 മിന്റോ രണ്ടാമന്റെ ഭരണകാലത്ത്. ഖുദിറാം ബോസിന്റെ തൂക്കിലേറ്റൽ 1908 ഏപ്രിൽ 30. എന്തിനാണ്? ആലിപ്പൂർ ഗൂഢാലോചന കേസ്. അടുത്തത് മിന്റോ മോർലി ഭരണപരിഷ്കരണങ്ങൾ അല്ലെങ്കിൽ ഇന്ത്യൻ കൌൺസിൽസ് ആക്ട് 1909 പാസാക്കി. മിന്റോ മോർലി റിഫോംസ് അല്ലെങ്കിൽ ഇന്ത്യൻ കൌൺസിൽസ് ആക്ട് 1909 പാസാക്കി. ആര്? മിന്റോ രണ്ടാമൻ. ഇനി ഇദ്ദേഹം അറിയപ്പെടുന്നത് എങ്ങനെയാണ്? കമ്മ്യൂണൽ ഇലക്ടറേറ്റുകളുടെ പിതാവ് എന്നറിയപ്പെടുന്ന വൈസ്രോയി ലോർഡ് മിന്റോ സെക്കൻഡ് ആണ്. ഫാദർ ഓഫ് കമ്മ്യൂണൽ ഇലക്ടറേറ്റ് എന്നറിയപ്പെടുന്നത് ലോർഡ് മിന്റോ രണ്ടാമനാണ്. അപ്പൊ ലോർഡ് മിന്റോ രണ്ടാമൻ കാലഘട്ടം 1905 1910. പ്രധാന പോയിന്റുകള്: 1905 ഒക്ടോബർ 16 ബംഗാൾ വിഭജനം ഔദ്യോഗികമായി വരുന്നു. അതിനെ തുടർന്ന് ബംഗാൾ വിഭജനത്തെ എതിർക്കുന്ന സംഘടനകളും സ്വദേശി പ്രസ്ഥാനവും രൂപം കൊള്ളുന്നു. വർഷം 1905 തന്നെയാണ്. 1906 എന്താണ് നടക്കുന്നത്? ധാക്കയിൽ വെച്ച് മുസ്ലിം ലീഗ് രൂപം കൊള്ളുന്നു. നേതൃത്വം കൊടുക്കുന്നത് സലീമുള്ള. ആദ്യത്തെ പ്രസിഡന്റ് ആഗാ ഖാൻ. 1907 കോൺഗ്രസ് സൂററ്റ് സമ്മേളനം രണ്ടായി പിരിയുന്നു. അപ്പോഴത്തെ INCയുടെ പ്രസിഡന്റാണ് ആര്? റാഷ് ബിഹാരി ഘോഷ്. ഇനി 1908 ഏപ്രിൽ 30 എന്താണ്? ഖുദിറാം ബോസ്, ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷിയായ ഖുദിറാം ബോസിനെ തൂക്കിലേറ്റി. ഇനി 1909 മിന്റോ മോർലി റിഫോംസ് അല്ലെങ്കിൽ മിന്റോ മോർലി ഭരണപരിഷ്കാരങ്ങൾ അല്ലെങ്കിൽ ഇന്ത്യൻ കൌൺസിൽസ് ആക്ട് 1909 പാസാക്കി. ഇനി മിന്റോ രണ്ടാമൻ അറിയപ്പെടുന്നത് എങ്ങനെയാണ്? ഫാദർ ഓഫ് കമ്മ്യൂണൽ ഇലക്ടറേറ്റ് എന്നറിയപ്പെടുന്നയാളാണ് ലോർഡ് മിന്റോ രണ്ടാമൻ. നെക്സ്റ്റ് വൺ ഈസ് ലോർഡ് ഹർഡിഞ്ച് സെക്കൻഡ്. ഹർഡിഞ്ച് സെക്കൻഡ്. ഹിസ് പീരീഡ് വാസ് 1910 to 1916. The important points were: the first one is the creation of Bengal Presidency. Second one is the cancellation of partition of Bengal in 1911. Third one is the third Delhi Darbar related to the coronation of King George V in 1911. And Hardinge transferred the capital of India from Calcutta to Delhi. It announced on 1911 and it is shifted on 1912. In 1912, an attempt of murder towards Hardinge was made by Rash Bihari Bose on December 23, 1912, known as the Delhi-Lahore Conspiracy. In 1950, Madan Mohan Malaviya established Hindu Mahasabha.
In 1915, Gandhiji returned to India. And in 1915, the Defence of India Act passed. അപ്പോൾ അടുത്ത നോക്കുന്നത് ലോർഡ് ഹാർഡിഞ്ച് രണ്ടാമൻ, ഹാർഡിഞ്ച് സെക്കൻഡ്. അദ്ദേഹത്തിന്റെ കാലഘട്ടമാണ് 1910 മുതൽ 1916 വരെ. 1910 മുതൽ 1916 വരെ ഹാർഡിഞ്ച് രണ്ടാമൻ, ഹാർഡിഞ്ച് സെക്കൻഡ്. ഇനി അദ്ദേഹവുമായി ബന്ധപ്പെട്ട പ്രധാന പോയിന്റുകൾ: ഇദ്ദേഹത്തിന്റെ ഭരണകാലഘട്ടത്തിലാണ് ബംഗാൾ പ്രസിഡൻസി രൂപം കൊള്ളുന്നത്. ക്രിയേഷൻ ഓഫ് ബംഗാൾ പ്രസിഡൻസി. ഇനി 1911 ഇദ്ദേഹം ബംഗാൾ വിഭജനം റദ്ദാക്കി. അപ്പോൾ ബംഗാൾ വിഭജനം നടന്നത് 1905 കഴ്സണാണ്. ഇനി അത് റദ്ദാക്കിയത് 1911 ഹാർഡിഞ്ച് രണ്ടാമനാണ്. ബംഗാൾ വിഭജനം റദ്ദാക്കിയത് 1911 ഹാർഡിഞ്ച് രണ്ടാമൻ, ഹാർഡിഞ്ച് സെക്കൻഡ്. ഇനി ജോർജ് അഞ്ചാമൻ രാജാവിന്റെ ഇംഗ്ലണ്ടിലെ സ്ഥാനാരോഹണത്തോടനുബന്ധിച്ച് ഡൽഹിയിൽ ഒരു മൂന്നാം ദർബാർ വിളിച്ചു ചേർത്തത് ഹാർഡിഞ്ച് സെക്കൻഡ് ആണ്, 1911 തന്നെ. ജോർജ് അഞ്ചാമൻ രാജാവിന്റെ കിരീടാരോഹണത്തെ തുടർന്ന് ഡൽഹിയിൽ ഒരു മൂന്നാം ഡൽഹി ദർബാർ സംഘടിപ്പിച്ചത് ഹാർഡിഞ്ച് രണ്ടാമനാണ്, 1911. ഇനി ഇന്ത്യയുടെ തലസ്ഥാനം കൽക്കട്ടയിൽ നിന്ന് ഡൽഹിയിലേക്ക് മാറ്റുകയാണെന്ന് പ്രഖ്യാപിച്ചത് 1911. ഹാർഡിഞ്ച് രണ്ടാമൻ പ്രഖ്യാപിച്ചത് 1911. പക്ഷെ അത് മാറ്റിയത് 1912. അപ്പൊ ഇന്ത്യയുടെ ക്യാപിറ്റല് കൽക്കട്ടയിൽ നിന്ന് ഡൽഹിയിലേക്ക് മാറ്റിയത് എന്നാണെന്ന് ചോദിച്ചാൽ 1912. അത് അനൗൺസ് ചെയ്തത് എന്നാണെന്ന് ചോദിച്ചാൽ 11. രണ്ടും ഹാർഡിഞ്ച് സെക്കൻഡ് തന്നെയാണ്. ഇന്ത്യയുടെ ക്യാപിറ്റല് കൽക്കട്ടയിൽ നിന്നും ഡൽഹിയിലേക്ക് മാറ്റുകയാണെന്ന് ഹാർഡിഞ്ച് സെക്കൻഡ് പ്രഖ്യാപിച്ചത് 1911, പക്ഷെ മാറ്റിയത് 1912. ഇനി 1912 ഡിസംബർ 23 റാഷ് ബിഹാരി ബോസിന്റെ നേതൃത്വത്തിൽ ഹാർഡിഞ്ചിനെതിരെ ഒരു വധശ്രമം ഉണ്ടാകുന്നു. 1912 ഡിസംബർ 23 റാഷ് ബിഹാരി ബോസിന്റെ നേതൃത്വത്തിൽ ഹാർഡിഞ്ചിനെതിരെ ഒരു വധശ്രമം ഉണ്ടാകുന്നു. ഡൽഹി ലാഹോർ കോൺസ്പിറസി എന്നറിയപ്പെടുന്നത്. 1915 മദൻ മോഹൻ മാളവ്യ ഹിന്ദു മഹാസഭ രൂപീകരിക്കുന്നു. മദൻ മോഹൻ മാളവ്യ ഹിന്ദു മഹാസഭ രൂപീകരിക്കുന്നു 1915. ഇനി 1915 ഗാന്ധിജി ഇന്ത്യയിലേക്ക് തിരിച്ചെത്തി. 1915 ഗാന്ധിജി ഇന്ത്യയിലേക്ക് തിരിച്ചെത്തി. 1915 തന്നെ ഡിഫൻസ് ഓഫ് ഇന്ത്യ ആക്ട് പാസാക്കി. ഡിഫൻസ് ഓഫ് ഇന്ത്യ ആക്ട്. അപ്പൊ 1915 3 പോയിന്റാണുള്ളത്. മദൻ മോഹൻ മാളവ്യ ഹിന്ദു മഹാസഭ രൂപീകരിച്ചു, ഗാന്ധിജി ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നു, ഡിഫൻസ് ഓഫ് ഇന്ത്യ ആക്ട് പാസാക്കി. 3 1915. 1911 3 പോയിന്റാണ് ഉണ്ടായിരുന്നത്. ഏതൊക്കെയാണ്? ബംഗാൾ വിഭജനം റദ്ദാക്കി, കിങ് ജോർജ് അഞ്ചാമന്റെ സ്ഥാനാരോഹണത്തോടനുബന്ധിച്ച് ഡൽഹിയിൽ ഒരു മൂന്നാം ദർബാർ സംഘടിപ്പിച്ചു. ഇനി ഇന്ത്യയുടെ തലസ്ഥാനം കൽക്കട്ടയിൽ നിന്ന് ഡൽഹിയിലേക്ക് മാറ്റുകയാണെന്ന് പ്രഖ്യാപിച്ചതും 1911. മാറ്റിയത് 12. 12 തന്നെ 1912 ഡിസംബർ 23 ഹാർഡിഞ്ചിനെതിരെ വധശ്രമം ഉണ്ടാകുന്നു. അപ്പോ ലോർഡ് ഹാർഡിഞ്ച് രണ്ടാമൻ കാലഘട്ടം 1910 1916. പ്രധാനപ്പെട്ട പോയിന്റുകൾ: ബംഗാൾ പ്രസിഡൻസി രൂപീകരിച്ചു, 1911 ബംഗാൾ വിഭജനം റദ്ദാക്കി, ഇനി 1911 ഇന്ത്യയുടെ തലസ്ഥാനം കൽക്കട്ടയിൽ നിന്ന് ഡൽഹിയിലേക്ക് മാറ്റുകയാണെന്ന് പ്രഖ്യാപിച്ചു, കിങ് ജോർജ് അഞ്ചാമന്റെ സ്ഥാനാരോഹണത്തോടനുബന്ധിച്ച് ഡൽഹിയിൽ ഒരു മൂന്നാം ദർബാർ സംഘടിപ്പിച്ചു 1911. ഇനി 1912 ഇന്ത്യയുടെ തലസ്ഥാനം കൽക്കട്ടയിൽ നിന്ന് ഡൽഹിയിലേക്ക് മാറ്റി. 1912 ഡിസംബർ 23 ഡൽഹി ലാഹോർ കോൺസ്പിറസി. റാഷ് ബിഹാരി ബോസ് ഹാർഡിഞ്ചിനെ വധിക്കാൻ ശ്രമിക്കുന്നു. ഇനി 1915 3 പോയിന്റാണുള്ളത്. മദൻ മോഹൻ മാളവ്യ ഹിന്ദു മഹാസഭ രൂപീകരിക്കുന്നു, ഗാന്ധിജി ഇന്ത്യയിലേക്ക് തിരിച്ചെത്തുന്നു, ഡിഫൻസ് ഓഫ് ഇന്ത്യ ആക്ട് പാസ്സാക്കുന്നു. 3 പോയിന്റും 1915.
Next one is Lord Chelmsford. Lord Chelmsford. His period was 1960 to 1921. 1916 to 1921. Lord Chelmsford. The important points were the SNDT Women's University established at Pune on 1916. Next point is the Lucknow session of INC 1960. That is the joining of Congress divisions. The presiding officer of the Lucknow session INC was A.C. Majumdar. Next one is the joining of Indian National Congress and Muslim League by Lucknow Pact in 1960. The formation of two Home Rule League in 1916, one by Balagangadhar Tilak at Pune and other by Annie Besant at Madras. Next one is Montagu's August Declaration on August 20, 1970. Montagu's August Declaration. And Chelmsford appoints Sadler's Commission for Educational Reforms in 1917. And Montagu-Chelmsford Reforms or the Government of India Act passed in 1919. The Rowlatt Act passed on 1919. The Jallianwala Bagh massacre happened on April 13, 1919 at the time of Chelmsford. The Khilafat movement started in 1919 and the non-cooperation movement started 1920. അപ്പോൾ അടുത്തത് ലോർഡ് ചെംസ്ഫോർഡ് പ്രഭുവാണ് അടുത്തത്. 1916 1921 ചെംസ്ഫോർഡിന്റെ കാലഘട്ടം. 1916 1921 ചെംസ്ഫോർഡ്, ലോർഡ് ചെംസ്ഫോർഡ്. ഇനി അദ്ദേഹവുമായി ബന്ധപ്പെട്ട പ്രധാന പോയിന്റുകൾ നോക്കാം. ആദ്യത്തേത് SNDT വുമൻസ് യൂണിവേഴ്സിറ്റി പൂനെയിൽ സ്ഥാപിച്ചു 1916. SNDT വുമൻസ് യൂണിവേഴ്സിറ്റി, ഇന്ത്യയിലെ ആദ്യത്തെ വുമൻസ് യൂണിവേഴ്സിറ്റി പൂനെയില് 1916. SNDT വുമൻസ് യൂണിവേഴ്സിറ്റി. ഇനി രണ്ടാമത്തത് INC അല്ലെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ലക്നൌ സെഷൻ 1916 ഈ ലക്നൌ സെഷനിൽ സൂററ്റ് സമ്മേളനത്തിൽ പിരിഞ്ഞ മിതവാദികളും തീവ്രവാദികളും ഒരുമിച്ച് ചേർന്നു. അപ്പൊ അവർ ഒരുമിച്ച സമ്മേളനമാണ് INCയുടെ ലക്നൌ സെഷൻ 1916. 1916 ലക്നൌ സെഷൻ നടക്കുമ്പോഴത്തെ വൈസ്രോയി ചെംസ്ഫോർഡ് ആണ്. ഇനി INCയുടെ 1916 ലക്നൌ സെഷന്റെ പ്രസിഡന്റ് ആരായിരുന്നു? AC മജുംദാർ ആയിരുന്നു അന്നത്തെ പ്രസിഡന്റ്. അതാണ് രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത്തത് ലക്നൌ ഉടമ്പടി പ്രകാരം INCയും മുസ്ലിം ലീഗും ഒരുമിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ചു 1916. ലക്നൌ ഉടമ്പടി പ്രകാരം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും മുസ്ലിം ലീഗും ഒരുമിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ചതും 1916. അപ്പോൾ കോൺഗ്രസിലെ മിതവാദികളും തീവ്രവാദികളും ഒരുമിച്ചത് 1916. കോൺഗ്രസും മുസ്ലിം ലീഗും ഒരുമിച്ചതും 1916. അടുത്തത് 1916 തന്നെ ഇന്ത്യയിൽ 2 ഹോം റൂൾ ലീഗുകൾ ഉണ്ടായി. 1916 ഇന്ത്യയിൽ 2 ഹോം റൂൾ ലീഗുകൾ ഉണ്ടാകുന്നത്. ഒന്ന് പൂനെയിൽ ബാലഗംഗാധര തിലകന്റെ നേതൃത്വത്തിലും മറ്റേത് മദ്രാസിൽ ആനി ബസന്റിന്റെ നേതൃത്വത്തിലും. അപ്പൊ 1916 ഇന്ത്യയിൽ 2 ഹോം റൂൾ ലീഗുകൾ രൂപം കൊള്ളുന്നു. ഒന്ന് ബാലഗംഗാധര തിലകന്റെ നേതൃത്വത്തിൽ പൂനെയിലും മറ്റൊന്ന് ആനി ബസന്റിന്റെ നേതൃത്വത്തിൽ മദ്രാസിലും. രണ്ടും 1916.
ഇനി 1917 ഓഗസ്റ്റ് 20 മൊണ്ടേഗൂസ് ഓഗസ്റ്റ് ഡിക്ലറേഷൻ ഉണ്ടാകുന്നത്. 1917 ഓഗസ്റ്റ് 20 മൊണ്ടേഗൂസ് ഓഗസ്റ്റ് ഡിക്ലറേഷൻ. ഇപ്പൊ മൊണ്ടേഗൂസ് ഓഗസ്റ്റ് ഡിക്ലറേഷൻ എന്താണെന്ന് ചോദിച്ചാൽ 1917 ഓഗസ്റ്റ് 20. ഇനി 1917 ചെംസ്ഫോർഡ് അപ്പോയിന്റ് ചെയ്ത ഒരു കമ്മീഷനാണ് സാഡിലേഴ്സ് കമ്മീഷൻ. ഇന്ത്യയിലെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് നിയമിച്ച കമ്മീഷനാണ് സാഡിലേഴ്സ് കമ്മീഷൻ. വർഷം 1917. സാഡിലേഴ്സ് കമ്മീഷൻ 1917 എന്തിനു വേണ്ടിയിട്ടുള്ളതായിരുന്നു? ഇംഗ്ലീഷ് റിഫോംസിന് വേണ്ടിയിട്ടുള്ളതായിരുന്നു. ഇനി 1919 പ്രശസ്തമായിട്ടുള്ള മൊണ്ടേഗു ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരങ്ങൾ എന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ മൊണ്ടേഗു ചെംസ്ഫോർഡ് റിഫോംസ് എന്നറിയപ്പെടുന്ന ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പാസ്സാക്കുന്നത് 1919. 1919 എന്ത്? മൊണ്ടേഗു ചെംസ്ഫോർഡ് റിഫോംസ് അല്ലെങ്കിൽ മൊണ്ടേഗു ചെംസ്ഫോർഡ് ഭരണപരിഷ്കാരങ്ങൾ അല്ലെങ്കിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1919 പാസ്സാക്കുന്നത് 1919. ആരാണ് അപ്പോഴത്തെ വൈസ്രോയി? ചെംസ്ഫോർഡ്. ഇനി 1919 പാസ്സാക്കിയ കുപ്രസിദ്ധമായ നിയമമാണ് റൌലറ്റ് ആക്ട്. റൌലറ്റ് ആക്ട് പാസ്സാക്കിയ വർഷമാണ് 1919. ഇനി 1919 ഏപ്രിൽ 13 റൌലറ്റ് ആക്ടുമായി ബന്ധപ്പെട്ടാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടക്കുന്നത്. 1919 ഏപ്രിൽ 13 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. 1919 റൌലറ്റ് ആക്ട് പാസാക്കി. അതിനെതിരെ പ്രതിഷേധിച്ചതാണ് എന്തിന് കാരണമായത്? ജാലിയൻ വാലാബാഗിന് കാരണമായത്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത് 1919 ഏപ്രിൽ 13. 1919 ഏപ്രിൽ 13. ഖിലാഫത്ത് പ്രസ്ഥാനം തുടങ്ങിയത് 1919 ചെംസ്ഫോർഡിന്റെ ഭരണകാലഘട്ടത്തിലാണ്. ഖിലാഫത്ത് പ്രസ്ഥാനം തുടങ്ങിയത് 1919 ചെംസ്ഫോർഡിന്റെ ഭരണകാലത്താണ്. 1920 നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് അല്ലെങ്കിൽ നിസ്സഹകരണ പ്രസ്ഥാനവും ആരംഭിച്ചു. 1920 നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിച്ചു. നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് 1920. ഖിലാഫത്ത് 1919, നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് 1920. രണ്ടും ചെംസ്ഫോർഡിന്റെ ഭരണകാലഘട്ടത്തിലാണ്. അപ്പൊ നമ്മൾ അടുത്ത് നോക്കുന്നത് ലോർഡ് ചെംസ്ഫോർഡ് അല്ലെങ്കിൽ ചെംസ്ഫോർഡ് പ്രഭുവാണ്. അദ്ദേഹത്തിന്റെ കാലഘട്ടം 1916 1921. എന്തൊക്കെയാണ് പ്രധാന പോയിന്റുകൾ നമ്മൾ പറഞ്ഞത്? ആദ്യത്തേത് 1916 പൂനെയിൽ ഒരു വുമൺസ് യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചു. പിന്നീട് രണ്ടാമത്തത് കോൺഗ്രസുമായിട്ട് ബന്ധപ്പെട്ട 2 പോയിന്റ് പറഞ്ഞു. 1916 ലക്നൌ സെഷനിൽ വെച്ചാണ് കോൺഗ്രസിലെ മിതവാദികളും തീവ്രവാദികളും ഒന്നിക്കുന്നത്. ആ സമ്മേളനത്തിന് നേതൃത്വം കൊടുത്ത പ്രസിഡന്റാണ് AC മജുംദാർ. AC മജുംദാറാണ് ലക്നൌ സെഷന്റെ പ്രസിഡന്റ്. പിന്നീട് 1916 തന്നെ ലക്നൌ ഉടമ്പടി പ്രകാരം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും മുസ്ലിം ലീഗും ഒരുമിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിക്കുന്നു. ലക്നൌ ഉടമ്പടി 1916. ആരൊക്കെ തമ്മിലാണ്? INCയും മുസ്ലിം ലീഗും. പിന്നീട് 1916 2 ഹോം റൂൾ ലീഗുകൾ ഉണ്ടാകുന്നു. ഒന്ന് ബാലഗംഗാധര തിലകന്റെ നേതൃത്വത്തിൽ പൂനെയിലാണെങ്കിൽ മറ്റേത് ആനി ബസന്റെ നേതൃത്വത്തിൽ മദ്രാസില്. ഇനി 1917 ഓഗസ്റ്റ് 20 മൊണ്ടേഗുവിന്റെ ഓഗസ്റ്റ് ഡിക്ലറേഷൻ. ഇനി 1917 ഏത് കമ്മീഷനെയാണ് ചെംസ്ഫോർഡ് നിയോഗിച്ചത്? സാഡ്ലേഴ്സ് കമ്മീഷനെ. എന്തിനാണ്? എഡ്യൂക്കേഷണൽ റിഫോംസുമായിട്ട് ബന്ധപ്പെട്ട് ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ പരിഷ്കാരങ്ങളുമായി ബന്ധപ്പെട്ട് 1917 സ്ഥാപിച്ച കമ്മീഷനാണ് സാഡ്ലേഴ്സ് കമ്മീഷൻ. ഇനി 1919 4 പോയിന്റുകൾ നമ്മൾ പറഞ്ഞു. ആദ്യത്തേത് മൊണ്ടേഗു ചെംസ്ഫോർഡ് റിഫോംസ് അല്ലെങ്കിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പാസ്സാക്കി. ഇനി അടുത്ത 2 ഒന്ന് റൌലറ്റ് ആക്ട് പാസ്സാക്കി. ഇനി അതിനോട് ചേർന്ന് തന്നെ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല 1919 ഏപ്രിൽ 13. ഇനി 1919 എന്ത് ആരംഭിച്ചു? ഖിലാഫത്ത് പ്രസ്ഥാനം ആരംഭിച്ചു. അതിനോട് ചേർന്ന് 1920 എന്ത് ആരംഭിച്ചു? നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് അല്ലെങ്കിൽ നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിച്ചു. അപ്പൊ അത്രയാണ്
ചെംസോഡുമായി ബന്ധപ്പെട്ട പ്രധാന പോയിന്റുകൾ. നെക്സ്റ്റ് വൺ, ലോർഡ് റീഡിംഗ്. His period was 1921 to 1926. The important points were, he was known as the Jewish Viceroy, and the Prince of Wales visited India during his period in 1921. He repealed the Rowlatt Act and the Press Act. He abolished the Devadasi system. The Chowri Chowra incident happened on 1922. The Swaraj Party formed on 1923. The formation of Communist Party and Rashtriya Swayamsevak Sangh in 1925. The Kakori train robbery in 1925. And the appointed Hilton Young Commission on Currency in 1926. The RBI was formed according to the instructions from Hilton Young Commission. അപ്പോൾ അടുത്തത് ലോർഡ് റീഡിംഗ് പ്രഭുവാണ് അടുത്തത്. ചെംസ്ഫോർഡിന് ശേഷം വരുന്നത് ലോർഡ് റീഡിംഗ്. അദ്ദേഹത്തിന്റെ കാലഘട്ടം 1921 മുതൽ 1926 വരെ. 1921 മുതൽ 1926 വരെ. ഇനി അദ്ദേഹവുമായി ബന്ധപ്പെട്ട പോയിന്റുകൾ നോക്കാം. ആദ്യത്തേത്, ജൂത വൈസ്രോയി അല്ലെങ്കിൽ ജൂയിഷ് വൈസ്രോയി എന്നറിയപ്പെടുന്നത് റീഡിംഗ് ആണ്. ജൂയിഷ് വൈസ്രോയി അല്ലെങ്കിൽ ജൂത വൈസ്രോയി എന്നറിയപ്പെടുന്നത് റീഡിംഗ് പ്രഭുവാണ്. ഇനി ഇദ്ദേഹത്തിന്റെ ഭരണകാലഘട്ടത്തിലാണ് 1921 പ്രിൻസ് ഓഫ് വെയിൽസ് ഇന്ത്യ സന്ദർശിക്കുന്നത്. 1921 പ്രിൻസ് ഓഫ് വെയിൽസ് ഇന്ത്യ സന്ദർശിക്കുന്നു. ഇനി ഇദ്ദേഹമാണ് റൌലറ്റ് ആക്ടും 1910 പ്രസ് ആക്ടും പിൻവലിച്ചത്. റൌലറ്റ് ആക്ടും 1910 പ്രസ് ആക്ടും പിൻവലിച്ച വൈസ്രോയിയാണ് ലോർഡ് റീഡിംഗ്. ഇനി ദേവദാസി സമ്പ്രദായം നിർത്തലാക്കിയ വൈസ്രോയിയാണ് ലോർഡ് റീഡിംഗ്. അദ്ദേഹം ദേവദാസി സമ്പ്രദായം നിർത്തലാക്കി. ഇനി ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ് 1922 ചൌരി ചൌര സംഭവം. 1922 ചൌരി ചൌര സംഭവം. പിന്നീട് 1923 സ്വരാജ് പാർട്ടിയുടെ രൂപീകരണം. 1923 സ്വരാജ് പാർട്ടിയുടെ രൂപീകരണം. 1925 രണ്ട് സംഘടനകളാണ് ഉണ്ടാവുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും രാഷ്ട്രീയ സ്വയംസേവക് സംഘ് അല്ലെങ്കിൽ RSSഉം. രണ്ടും രൂപം കൊള്ളുന്നത് 1925. ഇനി പ്രശസ്തമായ കക്കോരി ട്രെയിൻ റോബറി നടക്കുന്നത് 1925. 1925 കക്കോരി ട്രെയിൻ റോബറി. ഇനി ധനകാര്യവുമായി ബന്ധപ്പെട്ട് ഹിൽട്ടൺ യങ് കമ്മീഷനെ അപ്പോയിന്റ് ചെയ്തത് ലോർഡ് റീഡിംഗ് 1926. 1926 ഏത് കമ്മീഷനെ അപ്പോയിന്റ് ചെയ്യുന്നത്? ഹിൽട്ടൺ യങ് കമ്മീഷനെ. സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഹിൽട്ടൺ യങ് കമ്മീഷനെ അപ്പോയിന്റ് ചെയ്യുന്നത് ലോർഡ് റീഡിംഗ് ആണ് 1926. ഈ ഹിൽട്ടൺ യങ് കമ്മീഷന്റെ ശുപാർശ പ്രകാരമാണ് ഇന്ത്യയിൽ റിസർവ് ബാങ്ക് ഉണ്ടാകുന്നത്. റിസർവ് ബാങ്ക് ഉണ്ടാകുന്നതിന് കാരണമായ കമ്മീഷനാണ് ഹിൽട്ടൺ യങ് കമ്മീഷൻ. ഹിൽട്ടൺ യങ് കമ്മീഷനെ രൂപീകരിച്ചതെന്നാണ് 1926. അപ്പൊ നമ്മൾ നോക്കിയത് ലോർഡ് റീഡിംഗ് അല്ലെങ്കിൽ റീഡിംഗ് പ്രഭു. അദ്ദേഹത്തിന്റെ കാലഘട്ടമാണ് 1921 1926. അദ്ദേഹം ഏത് പേരിൽ അറിയപ്പെട്ടിരുന്നു? ജൂത വൈസ്രോയി അല്ലെങ്കിൽ ജൂയിഷ് വൈസ്രോയി എന്നറിയപ്പെട്ടിരുന്നു. ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ 1921 പ്രിൻസ് ഓഫ് വെയിൽസ് ഇന്ത്യ സന്ദർശിച്ചു. ഇനി ഇദ്ദേഹം റദ്ദാക്കിയ രണ്ട് നിയമങ്ങളാണ്. ഒന്ന് റൌലറ്റ് ആക്ടും മറ്റൊന്ന് പ്രസ് ആക്ടും. രണ്ട് ആക്ടും റദ്ദാക്കിയത് റീഡിംഗ് ആണ്. ഇദ്ദേഹം ദേവദാസി സമ്പ്രദായം നിർത്തലാക്കി. ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ 1922 നടന്ന സംഭവമാണ് ചൌരി ചൌര.
പിന്നീട് 1923 സ്വരാജ് പാർട്ടി രൂപീകരിക്കുന്നു. 1925 രണ്ട് സംഘടനകൾ ഉണ്ടാകുന്നു, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും RSSഉം. പിന്നീട് 1925 കക്കോരി ട്രെയിൻ റോബറി നടക്കുന്നു. പിന്നീട് 1926 അദ്ദേഹം നിയമിച്ച കമ്മീഷനാണ് ഏത്? ഹിൽട്ടൺ യങ് കമ്മീഷൻ. സാമ്പത്തികവുമായി ബന്ധപ്പെട്ട് ഹിൽട്ടൺ യങ് കമ്മീഷൻ. RBI അല്ലെങ്കിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഉണ്ടാകാൻ കാരണമായ കമ്മീഷൻ ഏതാണ്? ഹിൽട്ടൺ യങ് കമ്മീഷൻ. നെക്സ്റ്റ് വൺ ഈസ് ലോർഡ് ഇർവിൻ. ലോർഡ് ഇർവിൻ. ഹിസ് പീരീഡ് വാസ് 1926 to 1931. He was known as Christian Viceroy, Holy Fox, etc. He was known by these two names, Christian Viceroy or Holy Fox. He was the first resident in the Rashtrapati Bhavan. The first Viceroy was the resident in the Rashtrapati Bhavan. The Simon Commission announced in 1927. The Butler Commission for State-Central Relation formed on 1927. The Simon Commission arrived in 1928. And he passed the Sharada Act in 1929. That is the marriage of girls below 14 and boys below 18. Banished. That is Sharada Act 1929. Next is Deepavali Declaration. Deepavali Declaration by Lord Irwin, 1929. Then the Purna Swaraj Declaration by the Indian National Congress in the Lahore session 1929. The president of the INC session, Lahore session, was Jawaharlal Nehru. The civil disobedient movement started in 1930. Dandi March 1930. The first round table conference 1930. And the Gandhi-Irwin Pact 1931. So that's all about the important points related to Lord Irwin. നമുക്ക് അടുത്ത് നോക്കാനുള്ളത് ലോർഡ് ഇർവിനെ പറ്റിയിട്ടാണ്. ലോർഡ് റീഡിങ്ങിന് ശേഷം ലോർഡ് ഇർവിൻ. അദ്ദേഹത്തിന്റെ കാലഘട്ടം 1926 മുതൽ 1931 വരെയാണ്. 1926 മുതൽ 1931 വരെയാണ്. അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് ക്രിസ്ത്യൻ വൈസ്രോയി, ഹോളി ഫോക്സ് എന്നൊക്കെയാണ്. എന്തൊക്കെയാണ്? ക്രിസ്ത്യൻ വൈസ്രോയി എന്നറിയപ്പെട്ടിരുന്ന വൈസ്രോയിയാണ് ലോർഡ് ഇർവിൻ. അദ്ദേഹം അറിയപ്പെട്ടിരുന്ന മറ്റൊരു പേരാണ് ഹോളി ഫോക്സ്. ഹോളി ഫോക്സ്. ക്രിസ്ത്യൻ വൈസ്രോയി, ഹോളി ഫോക്സ് എന്നീ പേരുകളിൽ അറിയപ്പെട്ടിരുന്ന വൈസ്രോയിയാണ് ലോർഡ് ഇർവിൻ. പിന്നീട് അടുത്ത പോയിന്റ്, അദ്ദേഹമാണ് രാഷ്ട്രപതി ഭവനിൽ ഔദ്യോഗികമായി ആദ്യമായി താമസം ഉറപ്പിച്ച വൈസ്രോയി. ചോദ്യം വന്നിട്ടുണ്ട്, രാഷ്ട്രപതി ഭവനിൽ ഔദ്യോഗികമായി ആദ്യമായി വാസം ഉറപ്പിച്ച അല്ലെങ്കിൽ താമസിച്ച വൈസ്രോയി ആരാണ്? ലോർഡ് ഇർവിൻ. ലോർഡ് ഇർവിനാണ് രാഷ്ട്രപതി ഭവനിൽ ഔദ്യോഗികമായി ആദ്യമായി താമസിച്ച വൈസ്രോയി. പിന്നീട് സൈമൺ കമ്മീഷൻ അനൗൺസ് ചെയ്തു 1927. സൈമൺ കമ്മീഷൻ അനൗൺസ് ചെയ്തു. പിന്നീട് കേന്ദ്ര ബ്രിട്ടീഷ് ഭരണവും നാട്ടുപ്രവിശ്യകളുമായിട്ടുള്ള ബന്ധം അന്വേഷിക്കുന്നതിനായിട്ട് ബട്ട്ലർ കമ്മീഷനെ നിയോഗിച്ചു 1927. കേന്ദ്ര ബ്രിട്ടീഷ് ഭരണവും നാട്ടുപ്രവിശ്യകളും തമ്മിലുള്ള ബന്ധം, അതിനെപ്പറ്റി പഠിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ബട്ട്ലർ കമ്മീഷനെ 1927 അപ്പോയിന്റ് ചെയ്തു. അപ്പോൾ സൈമൺ കമ്മീഷനെ അനൗൺസ് ചെയ്തത് 27 ബട്ട്ലർ കമ്മീഷനെ അപ്പോയിന്റ് ചെയ്തതും 27.
ഇനി 1928 സൈമൺ കമ്മീഷൻ ഇന്ത്യയിൽ എത്തിച്ചേർന്നു. 1928 സൈമൺ കമ്മീഷൻ ഇന്ത്യയിൽ എത്തിച്ചേർന്നു. സൈമൺ കമ്മീഷൻ എത്തുമ്പോഴുള്ള ഇന്ത്യയിലെ വൈസ്രോയി ആരാണ്? ലോർഡ് ഇർവിൻ. സൈമൺ കമ്മീഷൻ എത്തിച്ചേർന്നത് 1928. പിന്നീട് ഭഗത് സിംഗിന്റെ നേതൃത്വത്തിലുള്ള ലാഹോർ കോൺസ്പിറസി 1928. ഭഗത് സിംഗിന്റെ നേതൃത്വത്തിൽ ലാഹോർ കോൺസ്പിറസി 1928. പിന്നീട് ശാരദ ആക്ട് പാസാക്കി 1929. ശാരദ ആക്ട് എന്താണ്? ശാരദ ആക്ട് 14 വയസ്സിൽ താഴെയുള്ള പെൺകുട്ടികളുടെയും 18 വയസ്സിൽ താഴെയുള്ള ആൺകുട്ടികളുടെയും വിവാഹം നിരോധിച്ചുകൊണ്ടുള്ള നിയമമാണ് ശാരദ ആക്ട്. ശാരദ ആക്ട് 1929 പാസാക്കിയ വൈസ്രോയിയാണ് ഇർവിൻ. അപ്പോൾ ശാരദ ആക്ട് പാസാക്കിയത് 1929. പിന്നീട് പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ച INC ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ലാഹോർ സമ്മേളനം നടന്നത് 1929. അന്നത്തെ വൈസ്രോയി ആയിരുന്നു ലോർഡ് ഇർവിൻ. പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ച INC ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ലാഹോർ സെഷൻ നടന്നത് 1929. അന്നത്തെ INC സെഷന്റെ പ്രസിഡന്റ് ആണ് ജവഹർലാൽ നെഹ്റു. ഇനി 1929 ലോർഡ് ഇർവിന്റെ ദീപാവലി ഡിക്ലറേഷൻ. 1929 ലോർഡ് ഇർവിന്റെ ദീപാവലി ഡിക്ലറേഷൻ. പിന്നീട് 1930 3 പ്രധാന കാര്യങ്ങളാണുള്ളത്. ആദ്യത്തേത് സിവിൽ നിയമലംഘന പ്രസ്ഥാനം, സിവിൽ ഡിസൊബീഡിയന്റ് മൂവ്മെന്റ് സ്റ്റാർട്ടഡ് 1930. ദണ്ഡി മാർച്ച് 1930. ഫസ്റ്റ് റൗണ്ട് ടേബിൾ കോൺഫറൻസ് 1930. 1930 ലോർഡ് ഇർവിന്റെ കാലഘട്ടത്തിൽ നടന്ന പ്രധാന 3 സംഭവങ്ങൾ ഏതൊക്കെയാണ്? ആദ്യത്തേത് സിവിൽ ഡിസൊബീഡിയന്റ് മൂവ്മെന്റ് അല്ലെങ്കിൽ സിവിൽ നിയമലംഘന പ്രസ്ഥാനം. രണ്ടാമത്തേത് ദണ്ഡി മാർച്ച്. മൂന്നാമത്തേത് 1-ാം വട്ടമേശ സമ്മേളനം, ഫസ്റ്റ് റൗണ്ട് ടേബിൾ കോൺഫറൻസ് 1930. ഇനി 1931 ഗാന്ധി ഇർവിൻ ഉടമ്പടി. ഗാന്ധി ഇർവിൻ ഉടമ്പടി 1931. അപ്പൊ അത്രയാണ് ഇർവിനുമായിട്ട് ബന്ധപ്പെട്ട പ്രധാന പോയിന്റുകൾ. ലോർഡ് ഇർവിൻ കാലഘട്ടം 1926, 1931. ഏതൊക്കെ പേരിലാണ് അറിയപ്പെട്ടിരുന്നത്? ക്രിസ്ത്യൻ വൈസ്രോയി എന്നറിയപ്പെട്ടിരുന്ന വൈസ്രോയിയാണ് ലോർഡ് ഇർവിൻ. അതുകൂടാതെ അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് ഹോളി ഫോക്സ്. ഹോളി ഫോക്സ്, ക്രിസ്ത്യൻ വൈസ്രോയി, ഹോളി ഫോക്സ്, ഈ 2 പേരിലും അറിയപ്പെട്ടിരുന്നത് ഇർവിൻ തന്നെയാണ്. ഈ പ്രധാന സംഭവങ്ങൾ ഏതൊക്കെയാണ്? ഒന്നാമത്തത് രാഷ്ട്രപതി ഭവനിൽ ആദ്യമായി താമസമർപ്പിക്കുന്ന വൈസ്രോയി അദ്ദേഹമാണ്. 1927 സൈമൺ കമ്മീഷനെ പ്രഖ്യാപിച്ചു. അതിനോടൊപ്പം കേന്ദ്ര ബ്രിട്ടീഷ് ഭരണവും നാട്ടുപ്രവിശ്യകളും തമ്മിലുള്ള ബന്ധം അന്വേഷിക്കുന്നതിന് ബട്ട്ലർ കമ്മീഷനെ നിയോഗിച്ചു 1927. 1928 സൈമൺ കമ്മീഷൻ ഇന്ത്യയിൽ എത്തിച്ചേർന്നു. അതുകൂടാതെ ഭഗത് സിംഗിന്റെ നേതൃത്വത്തിലുള്ള ലാഹോർ കോൺസ്പിറസി നടന്നതും 1928. 1929 2 പോയിന്റാണുള്ളത്. ആദ്യത്തേത് ശാരദ ആക്ട് പാസാക്കി. ശാരദ ആക്ട് എന്തായിരുന്നു? 14 വയസ്സിൽ താഴെയുള്ള പെൺകുട്ടികളുടെയും 18 വയസ്സിൽ താഴെയുള്ള ആൺകുട്ടികളുടെയും വിവാഹം നിരോധിച്ചുകൊണ്ടുള്ള ശാരദ ആക്ട് പാസാക്കി. പിന്നീട് 29 രണ്ടാമത്തെ പോയിന്റ് ഏതാണ്? INCയുടെ ലാഹോർ സെഷൻ 1929 എന്തായിരുന്നു പ്രത്യേകത? പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ച INCയുടെ സമ്മേളനമായിരുന്നു ലാഹോർ സെഷൻ. ലാഹോർ സെഷനിൽ ആരായിരുന്നു INCയുടെ പ്രസിഡന്റ്? ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റു ആയിരുന്നു INC പ്രസിഡന്റ്. പിന്നീട് 29 തന്നെയാണ് ലോർഡ് ഇർവിന്റെ ദീപാവലി ഡിക്ലറേഷൻ. ലോർഡ് ഇർവിന്റെ ദീപാവലി ഡിക്ലറേഷനും 1929 തന്നെയാണ്. ഇനി 1930 3 പ്രധാന കാര്യങ്ങളാണുള്ളത്.
ആദ്യത്തേത് സിവിൽ നിയമലംഘന പ്രസ്ഥാനം അല്ലെങ്കിൽ സിവിൽ ഡിസൊബീഡിയന്റ് മൂവ്മെന്റ്, ദണ്ഡി മാർച്ച്, ഒന്നാം വട്ടമേശ സമ്മേളനം. 3 പോയിന്റ് 1930. ഇനി 1931 ഗാന്ധി ഇർവിൻ പാക്ട്, ഗാന്ധി ഇർവിൻ ഉടമ്പടി. അപ്പൊ ഇത്രയാണ് ഇർവിന്റെ കാലഘട്ടത്തിൽ നടന്ന പ്രധാന സംഭവങ്ങള്. നെക്സ്റ്റ് വൺ ഈസ് ലോർഡ് വില്ലിംഗ്ടൺ. ലോർഡ് വില്ലിംഗ്ടൺ. ഹിസ് പീരീഡ് വാസ് 1931 to 1936. 1931 to 1936. The important points were the second round table conference in 1931. The announcement of communal award by the British Prime Minister Ramsay MacDonald in 1932. The Pune Pact in 1932. The military academy started Dehradun in 1932. The third roundtable conference in 1932. The Government of India Act passed in 1935. The RBI formed in 1935. The first governor of RBI was Osborne Smith. And Burma separated from India in 1935. And All India Kisan Sabha formed in 1936. അപ്പൊ അടുത്തത് ലോർഡ് വില്ലിംഗ്ടൺ ആണ്. ലോർഡ് വില്ലിംഗ്ടൺ അദ്ദേഹത്തിന്റെ കാലഘട്ടമാണ് 1931 1936. 1931 1936 ലോർഡ് വില്ലിംഗ്ടൺ. അദ്ദേഹവുമായി ബന്ധപ്പെട്ട പോയിന്റുകളാണ്. ആദ്യത്തേത് രണ്ടാം വട്ടമേശ സമ്മേളനം 1931. രണ്ടാം വട്ടമേശ സമ്മേളനം 1931. 1932 അന്നത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന റാംസേ മക്ഡൊണാൾഡ് കമ്മ്യൂണൽ അവാർഡുകൾ പ്രഖ്യാപിക്കുന്നത് 1932. അന്നത്തെ വൈസ്രോയാണ് ലോർഡ് വില്ലിംഗ്ടൺ. ഇപ്പോ റാംസേ മക്ഡൊണാൾഡ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കമ്മ്യൂണൽ അവാർഡ് പ്രഖ്യാപിച്ചത് 1932. അന്നത്തെ വൈസ്രോയാണ് ലോർഡ് വില്ലിംഗ്ടൺ. ഇനി 1932 പൂന ഉടമ്പടി. 1932 പൂന ഉടമ്പടി. പൂന ഉടമ്പടി സമയത്തെ വൈസ്രോയിയാണ് ലോർഡ് വില്ലിംഗ്ടൺ. ഇനി 1932 തുടർന്ന് വരുന്ന പോയിന്റുകളാണ്. ആദ്യത്തേത് ഡെറാഡൂണിലെ മിലിറ്ററി അക്കാദമി. ഡെറാഡൂണിലെ മിലിറ്ററി അക്കാദമി തുടങ്ങിയത് 1932. പിന്നീട് മൂന്നാം വട്ടമേശ സമ്മേളനം 1932. മൂന്നാം വട്ടമേശ സമ്മേളനം. പിന്നീട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പാസാക്കി 1935. 1935 ഹിൽട്ടണിയൻ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം RBI രൂപം കൊണ്ടു 1935. അതിന്റെ ആദ്യത്തെ ഗവർണറായിരുന്നു ഓസ്ബോൺ സ്മിത്ത്. ഓസ്ബോൺ സ്മിത്ത്. ഇനി 1935 ബർമ്മ ഇന്ത്യയിൽ നിന്നും വിഭജിച്ചു മാറി. 1935. അപ്പോ ലോർഡ് വില്ലിംഗ്ടൺ അദ്ദേഹത്തിന്റെ കാലാവധി 1931 1936. പ്രധാന പോയിന്റുകള് രണ്ടാം വട്ടമേശ സമ്മേളനം 1931. ഇനി 1932 പോയിന്റുകൾ ഏതൊക്കെയാണ്? ആദ്യത്തെ പോയിന്റ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന റാംസേ മക്ഡൊണാൾഡ് കമ്മ്യൂണൽ അവാർഡുകൾ പ്രഖ്യാപിച്ചത് 1932. പിന്നീട് പൂന ഉടമ്പടി 1932. പിന്നീട് ഡെറാഡൂണിലെ മിലിറ്ററി അക്കാദമി 1932. മൂന്നാം വട്ടമേശ സമ്മേളനം 1932. ഇത്രയാണ് 1932 നടന്ന കാര്യങ്ങൾ. ഇനി 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പാസാക്കി. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പാസാക്കി. ഹിൽട്ടണിയൻ കമ്മീഷന്റെ ശുപാർശ പ്രകാരം RBI നിലവിൽ വന്നു 1935. ആരായിരുന്നു അതിന്റെ ആദ്യത്തെ ഗവർണർ? ഓസ്ബോൺ സ്മിത്ത്. ഓസ്ബോൺ സ്മിത്ത് ആയിരുന്നു RBIയുടെ ആദ്യത്തെ ഗവർണർ. പിന്നീട് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം ബർമ്മ ഇന്ത്യയിൽ നിന്നും വേർപിരിഞ്ഞു.
ബർമ ഇന്ത്യയിൽ നിന്നും വേർപിരിഞ്ഞതും 1935 പിന്നീട് 1936 ഓൾ ഇന്ത്യ കിസാൻ സഭ രൂപീകൃതമായി. വില്ലിംഗ്ടന്റെ കാലഘട്ടത്തിലാണ് 1936 ഓൾ ഇന്ത്യ കിസാൻ സഭ രൂപീകരിക്കുന്നത്. അത്രയാണ് ലോർഡ് വില്ലിംഗ്ടണുമായി ബന്ധപ്പെട്ട പ്രധാന പോയിന്റുകൾ. നെക്സ്റ്റ് വൺ ഈസ് ലോർഡ് ലിൻലിത്ഗോ. ലോർഡ് ലിൻലിത്ഗോ. His period was 1936 to 1944. 1936 to 1944. The important points were the Government of India Act and the separation of Burma came into effect in 1937 at the period of Lord Linlithgow. The first general election and Congress came into power in the provinces in the 1936-37 period. The formation of Forward Bloc Party by Subhash Chandra Bose in 1939. The August Offer in 1940. Cripps Mission in 1942. The Quit India Movement in 1942. Divide and Quit slogan at a Karachi session of Muslim League in 1944. അപ്പോൾ അടുത്തത് ലോർഡ് ലിൻലിത്ഗോയാണ്. ലോർഡ് ലിൻലിത്ഗോ. ലിൻലിത്ഗോ പ്രഭുവിന്റെ കാലഘട്ടമാണ് 1936 1944. 1936 1944 ലിൻലിത്ഗോ പ്രഭുവിന്റെ കാലഘട്ടം. അദ്ദേഹവുമായി ബന്ധപ്പെട്ട പോയിന്റുകളാണ്: ആദ്യത്തത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടും ബർമയുടെ ഇന്ത്യയിൽ നിന്നുള്ള വിഭജനവും നിലവിൽ വന്നത് 1937 ലിൻലിത്ഗോയുടെ കാലഘട്ടത്തിലാണ്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പാസാക്കിയതും ബർമ ഇന്ത്യയിൽ നിന്ന് വേർപിരിഞ്ഞതും 1935 വെല്ലിംഗ്ടന്റെ കാലഘട്ടത്തിലാണെങ്കിലും അത് രണ്ടും നിയമത്തിൽ വന്നത് അല്ലെങ്കിൽ പ്രാബല്യത്തിൽ വന്നത് 1937 ലിൻലിത്ഗോയുടെ കാലഘട്ടത്തിലാണ്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടും ബർമയുടെ വിഭജനവും രണ്ടും കെയിം ഇൻ ടു എഫക്ട് നിലവിൽ വന്നത് 1937 ലിൻലിത്ഗോയുടെ കാലഘട്ടത്തിലാണ്. ഇനി 1936-37 കാലഘട്ടത്തിൽ ഇന്ത്യയിലെ ആദ്യത്തെ ജനറൽ ഇലക്ഷൻ നടക്കുന്നു. ആ ജനറൽ ഇലക്ഷനിൽ നാട്ടുപ്രവിശ്യകളിൽ കോൺഗ്രസ് ശക്തി തെളിയിക്കുന്നു. 1936-37 കാലഘട്ടത്തിൽ ഇന്ത്യയിലെ ആദ്യത്തെ ജനറൽ ഇലക്ഷൻ. ആ ജനറൽ ഇലക്ഷനിൽ പ്രവിശ്യകളിൽ ആരാണ് അധികാരത്തിൽ വരുന്നത്? കോൺഗ്രസിനാണ് പ്രവിശ്യകളിൽ ഏറ്റവും കൂടുതൽ സീറ്റ് ലഭിക്കുന്നത്. ഇനി 1939 സുഭാഷ് ചന്ദ്രബോസ് സംഘടിപ്പിച്ച പാർട്ടിയാണ് ഫോർവേഡ് ബ്ലോക്ക്. ഫോർവേഡ് ബ്ലോക്ക് എന്ന് പറഞ്ഞ പാർട്ടി രൂപീകരിച്ചത് സുഭാഷ് ചന്ദ്രബോസ് ആണ്. വർഷം 1939. 1939. ഇനി 1940 ലിൻലിത്ഗോ പ്രഭുവിന്റെ ഓഗസ്റ്റ് ഓഫർ. 1940. ആരാണ്? ലിൻലിത്ഗോ പ്രഭുവാണ് ഓഗസ്റ്റ് ഓഫർ മുന്നോട്ട് വച്ചത് 1940. ഇനി 1942 ക്രിപ്സ് മിഷൻ. 1942. പിന്നീട് 1942 ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം, ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് 1942. പിന്നീട് 1944 മുസ്ലിം ലീഗിന്റെ കറാച്ചി സമ്മേളനം. 1944 മുസ്ലിം ലീഗിന്റെ കറാച്ചി സമ്മേളനം. പ്രത്യേകത വിഭജിച്ച ശേഷം വിട്ടുപോവുക എന്ന മുദ്രാവാക്യം. ഡിവൈഡ് ആൻഡ് ക്വിറ്റ്. ഡിവൈഡ് ആൻഡ് ക്വിറ്റ് എന്ന സ്ലോഗൻ മുസ്ലിം ലീഗ് ഉയർത്തിയ സെഷനാണ് കറാച്ചി സെഷൻ 1944. 1944 മുസ്ലിം ലീഗ് വിഭജിച്ച ശേഷം വിട്ടുപോവുക എന്ന് മുദ്രാവാക്യം ഉയർത്തിയത്. അപ്പൊ അടുത്ത നമ്മൾ നോക്കിയത് ലോർഡ് ലിൻലിത്ഗോ. ലോർഡ് ലിൻലിത്ഗോയുടെ കാലഘട്ടമാണ് 1936 1944. എന്തൊക്കെയായിരുന്നു പ്രധാന പോയിന്റ്? 1935 നിലവിൽ വന്ന ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടും ബർമയുടെ വിഭജനവും
നിലവിൽ വന്നത് 1937 35 അത് പാസ്സായെങ്കിലും അത് രണ്ടും പ്രാബല്യത്തിൽ വന്നത് 37 ലിനിറ്റ്കോയുടെ കാലഘട്ടത്തിലാണ്. ഇനി 36-37 കാലഘട്ടത്തിൽ ഇന്ത്യയുടെ ആദ്യത്തെ ജനറൽ ഇലക്ഷൻ വരുന്നു. പ്രവിശ്യകളിൽ ആരാണ് ശക്തി തെളിയിക്കുന്നത്? കോൺഗ്രസ് ആണ്. ഇനി 1939 സുഭാഷ് ചന്ദ്രബോസ് സ്ഥാപിച്ച പാർട്ടിയാണ് ഏത്? ഫോർവേഡ് ബ്ലോക്ക്. ഇനി 1940 ലിനിറ്റ്കോ പ്രഭുവിന്റെ നേതൃത്വത്തിൽ എന്താണുള്ളത്? ഓഗസ്റ്റ് ഓഫർ ലിനിറ്റ്കോ പ്രഭുവിന്റെ നേതൃത്വത്തിൽ 1940. പിന്നീട് 1942 എന്തൊക്കെയാണ്? ആദ്യം ക്രിപ്സ് മിഷൻ 1942. അതിനുശേഷം ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം, ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് 1942. ഇനി 1944 മുസ്ലിം ലീഗിന്റെ കറാച്ചി സെഷൻ. എന്തായിരുന്നു സവിശേഷത? വിഭജിച്ച ശേഷം വിട്ടുപോകുക എന്ന മുദ്രാവാക്യം ഉയർത്തി. ഡിവൈഡ് ആൻഡ് ക്വിറ്റ് എന്ന മുദ്രാവാക്യം കറാച്ചി സെഷൻ മുസ്ലിം ലീഗ്. വർഷം 1944. അത്രയാണ് ലിനിറ്റ്കോ പ്രഭുവുമായി ബന്ധപ്പെട്ട പോയിന്റുകൾ. നെക്സ്റ്റ് വൺ ഈസ് ലോർഡ് വേവൽ. His period was 1944 to 1947. 1944 to 1947. The important points were the CR formula in 1944. The CR formula in 1944. The Shimla Conference in 1945. The Wavell Plan in 1945. The Royal Naval Mutiny in 1946. The Cabinet Mission in 1946. Direct Action Day by Muslim League in August 14, 1946. The interim government formed on September 2nd, 1946. The head of the interim government was the Viceroy Lord Wavell. And the announcement of end of British rule by the Prime Minister Clement Attlee on February 20, 1947. അപ്പോൾ അടുത്തത് ലിനിറ്റ്കോയ്ക്ക് ശേഷം വന്ന വൈസ്രോയിയാണ് ലോർഡ് വേവൽ പ്രഭു. വേവൽ പ്രഭുവിന്റെ കാലഘട്ടമാണ് 1944 1947. 1947. ഇനി അദ്ദേഹവുമായി ബന്ധപ്പെട്ട പ്രധാന പോയിന്റുകളാണ്. ആദ്യത്തേത് CR ഫോർമുല 1944. CR ഫോർമുല 1944. 1945 ഷിംല കോൺഫറൻസ്. 1945 ഷിംല കോൺഫറൻസ്. 1945 തന്നെ വേവൽ പ്ലാൻ, വൈസ്രോയി ആയിരുന്ന വേവലിന്റെ നേതൃത്വത്തിൽ വന്ന ഒരു പ്ലാനാണ് വേവൽ പ്ലാൻ. 1945. റോയൽ നേവൽ മ്യൂട്ടണി, നാവിക കലാപം, റോയൽ നാവിക കലാപം 1946. റോയൽ നേവൽ മ്യൂട്ടണി, റോയൽ നേവൽ കലാപം 1946. ക്യാബിനറ്റ് മിഷൻ 1946. ക്യാബിനറ്റ് മിഷൻ 1946. 1946 ഓഗസ്റ്റ് 14 മുസ്ലിം ലീഗ് ഡയറക്റ്റ് ആക്ഷൻ ഡേ ആയിട്ട് ആചരിക്കുന്നു. 1946 ഓഗസ്റ്റ് 14 മുസ്ലിം ലീഗ് ഡയറക്റ്റ് ആക്ഷൻ ഡേ ആയിട്ട് ആചരിച്ചു. 1946 സെപ്റ്റംബർ 2 ഇടക്കാല ഗവൺമെന്റ് രൂപീകരിക്കുന്നു. 1946 സെപ്റ്റംബർ 2 ഇടക്കാല ഗവൺമെന്റ് രൂപീകരിക്കുന്നു. ഇടക്കാല ഗവൺമെന്റ് നേതൃത്വം കൊടുത്ത ആരാണ്? വൈസ്രോയി ആയിരുന്ന ലോർഡ് വേവൽ തന്നെയായിരുന്നു.
പിന്നീട് 1946 ഡിസംബർ 6 കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി രൂപീകരിക്കുന്നു. 1946 ഡിസംബർ 6 കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി രൂപീകരിക്കുന്നു. പിന്നീട് 1947 ഫെബ്രുവരി 20 ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന ക്ലെമന്റ് ആറ്റ്ലി ബ്രിട്ടീഷ് ഭരണം ഔദ്യോഗികമായിട്ട് അവസാനിപ്പിക്കുന്നതായിട്ട് പ്രഖ്യാപിക്കുന്നു. 1947 ഫെബ്രുവരി 20 ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന ക്ലെമന്റ് ആറ്റ്ലി ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണം അവസാനിക്കുന്നതായിട്ട് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. അപ്പോ വേവൽ പ്രഭു അദ്ദേഹത്തിന്റെ കാലഘട്ടം 1943 1947. പ്രധാനപ്പെട്ട പോയിന്റുകൾ എന്തൊക്കെയായിരുന്നു? 1944 CR ഫോർമുല, 1945 ഷിംല കോൺഫറൻസ് വേവൽ പ്ലാന്, 1946 റോയൽ നേവൽ മ്യൂട്ടണി, 1946 തന്നെ ക്യാബിനറ്റ് മിഷന്. ഇനി 1946 ഓഗസ്റ്റ് 14 മുസ്ലിം ലീഗ് ഡയറക്റ്റ് ആക്ഷൻ ഡേ ആയിട്ട് ആചരിച്ചു. 1946 സെപ്റ്റംബർ 2 ഇടക്കാല ഗവൺമെന്റ് രൂപീകൃതമായി. ആരായിരുന്നു അതിന്റെ തലവൻ? വേവൽ പ്രഭുവായിരുന്നു അതിന്റെ തലവൻ. പിന്നീട് 1946 ഡിസംബർ 9 കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി രൂപീകരിക്കുന്നു. 1946 ഡിസംബർ 6 കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി രൂപീകരിക്കുന്നു. 1947 ഫെബ്രുവരി 20 ക്ലെമന്റ് ആറ്റ്ലി, അന്നത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന ക്ലെമന്റ് ആറ്റ്ലി ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണം അവസാനിച്ചതായിട്ട് ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കുന്നു. അത്രയാണ് വേവൽ പ്രഭുവുമായി ബന്ധപ്പെട്ട പോയിന്റുകൾ. നെക്സ്റ്റ് വൺ ഈസ് ലോർഡ് മൗണ്ട് ബാറ്റൻ. ലോർഡ് മൗണ്ട് ബാറ്റൻ. His period was 1947. The important points. Mountbatten was the last viceroy of British India. The partition of India-Pakistan was declared by the June 3rd plan of Mountbatten in the 3rd June 1947. He appointed 2 commissions, Radcliffe Commissions, for the boundary fixation in Punjab and Bengal. The Indian Independence Act passed. Pakistan got independent on August 14, 1947 and India got independence on August 15, 1947. അടുത്തത് മൗണ്ട് ബാറ്റൻ. മൗണ്ട് ബാറ്റൻ പ്രഭുവാണ് അടുത്തത്. 1947 ഇദ്ദേഹത്തിന്റെ കാലഘട്ടം. മൗണ്ട് ബാറ്റൻ. ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട പോയിന്റുകൾ: ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ വൈസ്രോയി ആയിരുന്നു മൗണ്ട് ബാറ്റൻ. ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാന വൈസ്രോയി ആയിരുന്നു ആര്? മൗണ്ട് ബാറ്റൻ. ഇനി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വേർതിരിക്കുന്ന ജൂൺ 3rd പ്ലാൻ എന്ന പ്ലാൻ കൊണ്ടുവന്നത് മൗണ്ട് ബാറ്റൻ ആണ്. ആ പ്ലാൻ വന്നത് 1947 ജൂൺ 3 ജൂൺ 3rd പ്ലാൻ, അല്ലെങ്കിൽ ബാൾക്കൻ പ്ലാൻ, ഡിക്കി ബേർഡ് പ്ലാൻ എന്നൊക്കെ അറിയപ്പെടുന്നത് മൗണ്ട് ബാറ്റൻ പ്ലാൻ. ഈ പേരിലൊക്കെ അറിയപ്പെടുന്നത് ജൂൺ 3rd പ്ലാൻ ആണ്. 1947 ജൂൺ 3 ജൂൺ 3rd പ്ലാൻ രൂപീകരിക്കുന്നത്. എന്തിനാണ്? ഇന്ത്യയും പാകിസ്ഥാനെയും വേർതിരിക്കുന്നതിന് വേണ്ടിയിട്ട്. അതിന് നേതൃത്വം നൽകുന്നത് മൗണ്ട് ബാറ്റൻ പ്രഭുവായിരുന്നു. ഇനി അദ്ദേഹം ബംഗാളിലും പഞ്ചാബിലും അതിർത്തി നിർണ്ണയിക്കുന്നതിന് വേണ്ടിയിട്ട് 2 കമ്മീഷനെ നിയമിക്കുന്നു. റാഡ്ക്ലിഫിന്റെ നേതൃത്വത്തിൽ, റിച്ചാർഡ് റാഡ്ക്ലിഫിന്റെ നേതൃത്വത്തിൽ 2 കമ്മീഷനുകളെ നിയമിക്കുന്നു. എവിടേക്കാണ്? ഒന്ന് ബംഗാളിലും ഒന്ന് പഞ്ചാബിലും അതിർത്തി നിർണ്ണയിക്കുന്നതിന് വേണ്ടിയിട്ട്. ആരാണ് റാഡ്ക്ലിഫ് കമ്മീഷനെ നിയമിച്ചത്? മൗണ്ട് ബാറ്റൻ. 1947. പിന്നീട് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് പാസാക്കി 1947. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് പാസാക്കി 1947. അത് പ്രകാരം 1947 ഓഗസ്റ്റ് 14 പാകിസ്ഥാനും ഓഗസ്റ്റ് 15 ഇന്ത്യക്കും സ്വാതന്ത്ര്യം കിട്ടുന്നു. 1947 ഓഗസ്റ്റ്
14 പാകിസ്ഥാനും ഓഗസ്റ്റ് 15 ഇന്ത്യക്കും സ്വാതന്ത്ര്യം കിട്ടുന്നു. അപ്പോ മൗണ്ട് ബാറ്റൺ പ്രഭു അദ്ദേഹത്തിന്റെ കാലഘട്ടം 1947. എന്തൊക്കെയാണ് പ്രധാന പോയിന്റ്? ഇദ്ദേഹമാണ് ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ വൈസ്രോയി, ലാസ്റ്റ് വൈസ്രോയി ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ. പിന്നീട് ജൂൺ 3 പ്ലാൻ പ്രകാരം ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം നടന്നത് ആരുടെ കാലഘട്ടത്തിലാണ്? മൗണ്ട് ബാറ്റന്റെ കാലഘട്ടത്തിലാണ്. പിന്നീട് ഇന്ത്യ പാക് വിഭജനത്തെ തുടർന്ന് ബംഗാളിലും പഞ്ചാബിലും അതിർത്തി നിർണ്ണയിക്കുന്നതിന് വേണ്ടിയിട്ട് റാഡ്ക്ലിഫ് കമ്മീഷനെ അപ്പോയിന്റ് ചെയ്ത ആരാണ്? മൗണ്ട് ബാറ്റൺ 1947. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് പാസാക്കിയ വർഷം ഏതാണ്? 1947. ആരാണ്? മൗണ്ട് ബാറ്റൺ. അത് പ്രകാരം 1947 ഓഗസ്റ്റ് 14 പാകിസ്ഥാനും ഓഗസ്റ്റ് 15 ഇന്ത്യക്കും സ്വാതന്ത്ര്യം ലഭിക്കുന്നു. അത്രയാണ് ബ്രിട്ടീഷ് ഇന്ത്യയിലെ വൈസ്രോയിമാര്. ആരെല്ലാം തുടങ്ങുന്നത്? 1858 ക്യൂൻസ് പ്രൊക്ലമേഷൻ ആക്ട് അല്ലെങ്കിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരമാണ് വൈസ്രോയി എന്ന് പറയുന്ന പോസ്റ്റ് വരുന്നത്. അതിൽ ആദ്യം വരുന്നത് ക്യാനിങ് ആണ്. അതിനുശേഷം എൽജിൻ ഒന്നാമൻ, അതിനുശേഷം മയോ, അതിനുശേഷം നോർത്ത് ബ്രൂക്ക്, അതിനുശേഷം ലിട്ടൺ, അതിനുശേഷം റിപ്പണ്, ഡഫറിന്, ലാൻസ്ഡൌണ്, എൽജിൻ രണ്ടാമന്, കഴ്സണ്, മിന്റോ രണ്ടാമന്, ഹർഡിഞ്ച് രണ്ടാമന്, ചെംസ്ഫോർഡ്, റീഡിങ്, ഇർവിന്, വില്ലിംഗ്ടണ്, ലിൻലിത്കോ, വേവല്, മൗണ്ട് ബാറ്റൺ. ഇത്രയും പേരാണ് ബ്രിട്ടീഷ് ഇന്ത്യയിലെ വൈസ്രോയിമാരായിട്ടിരുന്നത്. സോ ദ ലാസ്റ്റ് പോർഷൻ, ദ ഗവർണർ ജനറൽസ് ഓഫ് ഇൻഡിപെൻഡന്റ് ഇന്ത്യ. The Governor Generals of Independent India. After India got independent, the first post was the Governor General of India. The first one was Mountbatten. Mountbatten. His period was 1947 to 1948. Important points were he was the first Governor General of Independent India. And the Gandhi assassination in 1948. അപ്പോൾ നമ്മള് ബ്രിട്ടീഷ് ഇന്ത്യയിലെ വൈസ്രോയിമാർ എന്നുള്ള ഭാഗമാണ് കംപ്ലീറ്റ് ആക്കിയത്. അടുത്തത് ഈ സെക്ഷനിലെ അവസാനത്തെ ഭാഗമാണ് ഗവർണർ ജനറൽസ് ഓഫ് ഇൻഡിപെൻഡന്റ് ഇന്ത്യ, സ്വതന്ത്ര ഇന്ത്യയിലെ ഗവർണർ ജനറൽമാർ എന്ന ഭാഗമാണ്. ഈ പാർട്ടും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ ഈ സെക്ഷൻ പൂർത്തിയാവുകയാണ്. അപ്പോ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പുണ്ടായിരുന്ന വൈസ്രോയി എന്ന പദവി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇന്ത്യയുടെ ഗവർണർ ജനറൽ ആയിട്ട് മാറി, ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്നായി മാറി. ഈ പദവിയിലെത്തിയ ആദ്യത്തെ വ്യക്തിയാണ് മൗണ്ട് ബാറ്റൺ. അവസാനത്തെ വൈസ്രോയി ആയിരുന്ന മൗണ്ട് ബാറ്റൺ ആണ് ആദ്യത്തെ ഗവർണർ ജനറൽ. മൗണ്ട് ബാറ്റൺ അദ്ദേഹത്തിന്റെ കാലഘട്ടമാണ് 1947, 1948. 1947, 1948. അദ്ദേഹവുമായി ബന്ധപ്പെട്ട് രണ്ട് പോയിന്റുകളാണുള്ളത്. ഒന്ന്, സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറൽ. സ്വതന്ത്ര ഇന്ത്യയുടെ അവസാനത്തെ വൈസ്രോയി ആയിരുന്ന മൗണ്ട് ബാറ്റൺ തന്നെയാണ് സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറൽ. ഇനി ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ് ഗാന്ധി വധം. 1948 ജനുവരി 30 ഗാന്ധിജി കൊല്ലപ്പെടുന്നത് മൗണ്ട് ബാറ്റൺ ഗവർണർ ജനറലായി ഇരുന്ന സമയത്താണ്. അപ്പൊ മൗണ്ട് ബാറ്റൺ കാലഘട്ടം 1947, 1948. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറൽ. കൂടാതെ ഗാന്ധി വധം 1948 ഗാന്ധിജി കൊല്ലപ്പെടുമ്പോൾ ഉണ്ടായിരുന്ന ഗവർണർ ജനറൽ. സെക്കൻഡ് വൺ ഈസ് സി രാജഗോപാലാചാരി. സി രാജഗോപാലാചാരി. ഹിസ് പീരീഡ് വാസ് 1948 to 1950. 1948 to 1950. Important points were he was known as the Vedaranyam Gandhi. Vedaranyam Gandhi. He was the first Indian or the only Indian who became the Governor General of Independent India.
The first Indian or the only Indian who became the Governor General of Independent India, C. Rajagopalachari. And India became republic when C. Rajagopalachari was the Governor General. That is 1950 January 26. He was the last Governor General of Independent India. And he was the first Indian Governor General. അടുത്തത് സി രാജഗോപാലാചാരി, രണ്ടാമത്തെ സ്വതന്ത്ര ഇന്ത്യയുടെ ഗവർണർ ജനറൽ, അല്ലെങ്കിൽ സ്വതന്ത്ര ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറൽ. ഇദ്ദേഹത്തോടുകൂടി ഗവർണർ ജനറൽ എന്ന പോസ്റ്റ് തന്നെ ഇല്ലാതായി. അതിനുശേഷം വന്ന പോസ്റ്റാണ് രാഷ്ട്രപതി. അപ്പോ ഗവർണർ ജനറൽ ഓഫ് ഇൻഡിപെൻഡന്റ് ഇന്ത്യ എന്ന പദവിയിൽ വരുന്ന രണ്ടാമത്തെ ആൾ, അല്ലെങ്കിൽ ഗവർണർ ജനറൽ ഓഫ് ഇൻഡിപെൻഡന്റ് ഇന്ത്യ എന്ന പദവിയിൽ വരുന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ, അല്ലെങ്കിൽ ഒരേ ഒരു ഇന്ത്യക്കാരൻ, അല്ലെങ്കിൽ ഗവർണർ ജനറൽ ഓഫ് ഇൻഡിപെൻഡന്റ് ഇന്ത്യ എന്ന പദവിയിലെത്തിയ അവസാനത്തെ വ്യക്തി, ഇതെല്ലാം ആര് തന്നെയാണ്? സി രാജഗോപാലാചാരി തന്നെയാണ്. സി രാജഗോപാലാചാരി. ഇതിന്റെ കാലഘട്ടമാണ് 1948 1950. 1948 1950. ഇദ്ദേഹം അറിയപ്പെട്ടിരുന്നത് വേദാരണ്യം ഗാന്ധി എന്നാണ്. വേദാരണ്യം ഗാന്ധി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത് സി രാജഗോപാലാചാരിയാണ്. ഇനി ഇദ്ദേഹമാണ് ഗവർണർ ജനറൽ പദവിയിലെത്തിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ, അല്ലെങ്കിൽ ഒരേ ഒരു ഇന്ത്യക്കാരൻ. ഇനി ഇന്ത്യ റിപ്പബ്ലിക് ആയത് ഇദ്ദേഹം ഗവർണർ ജനറൽ ആയിരിക്കുമ്പോഴാണ്. 1950 ജനുവരി 26 ഇന്ത്യ റിപ്പബ്ലിക് ആവുമ്പോഴത്തെ ഗവർണർ ജനറലാണ് ആര്? സി രാജഗോപാലാചാരി. അപ്പോ സി രാജഗോപാലാചാരി കാലഘട്ടം 1948 1950. അറിയപ്പെടുന്നത് വേദാരണ്യം ഗാന്ധി എന്നാണ്. എന്തൊക്കെയാണ് പ്രത്യേകതകള്? സ്വതന്ത്ര ഇന്ത്യയുടെ അവസാനത്തെ ഗവർണർ ജനറൽ, സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഇന്ത്യക്കാരനായിട്ടുള്ള ഗവർണർ ജനറൽ, ഇതൊക്കെ രാജഗോപാലാചാരിയാണ്. അദ്ദേഹം ഗവർണർ ജനറൽ ആയിരിക്കുമ്പോഴാണ് ഇന്ത്യ റിപ്പബ്ലിക് ആവുന്നത് 1950 ജനുവരി 26. അപ്പോ ഇത്രയാണ് ഗവർണർ ജനറൽ ഓഫ് ഇൻഡിപെൻഡന്റ് ഇന്ത്യ എന്ന് പറയുന്നത്. രണ്ട് പേര് മാത്രമേ ആ പദവിയിൽ ഇരുന്നിട്ടുള്ളൂ. ആദ്യത്തേത് മൗണ്ട് ബാറ്റൺ, രണ്ടാമത്തത് C. Rajagopalachari. So friends, that's all about the topic related to Governor, Governor General and Viceroys. In the next class, we will discuss some other portion from the Indian history. നമ്മള് ഗവർണർ, ഗവർണർ ജനറൽമാര്, വൈസ്രോയി എന്ന ഭാഗമാണ് പൂർത്തിയാക്കിയത്. ഇന്ത്യൻ ഹിസ്റ്ററിയിലെ മറ്റു പാർട്ടുകളുമായിട്ട് നമുക്ക് തുടർന്നുള്ള ക്ലാസ്സുകൾ കാണാം. നന്ദി.